ദീർഘകാലമായുള്ള അവഗണനയും പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസവുമാണ് CPM വിടാൻ ജി സുധാകരനെ പ്രേരിപ്പിച്ചത്. എളമരം കരീമിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നേരത്തെ തന്നെ ജി സുധാകരന് അമർഷമുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടന്നുവെന്നതാണ് ജി സുധാകരന്റെ ആരോപണം. 63 വർഷത്തെ പ്രവർത്തന പരിചയം, 43 വർഷം സംസ്ഥാന കമ്മിറ്റിയിൽ, 4 തവണ MLA, 2 തവണ മന്ത്രി. ആലപ്പുഴ പാർട്ടിയിലെ അവസാന വാക്കായിരുന്ന ജി സുധാകരൻ ആദ്യം തഴയപ്പെട്ടത് പ്രായപരിധിയുടെയും ടേം വ്യവസ്ഥകളുടെയും മാനദണ്ഡങ്ങളിലായിരുന്നു. 2021 മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് പാർട്ടി പദവികളിൽ നിന്നും ഒഴിഞ്ഞു. അമ്പലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന എളമരം കരീമിന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ പാർട്ടി നൽകിയ താക്കീത് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ജി സുധാകരനെ ഏറെ പിന്നോട്ടടിച്ചു. പുന്നപ്രയിലെ വീടിന്റെ സമീപം നടന്ന പരിപാടികളിൽ പോലും ക്ഷണിക്കപ്പെടാതിരുന്ന ജി സുധാകരൻ പാർട്ടിക്ക് അനഭിമതനായി മാറി. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറിനും എച്ച് സലാമിനുമെതിരെ പരസ്യ പരാതി ഉന്നയിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം ഗൗനിച്ചില്ല. സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കെയാണ് ഒരു പരിഗണനയും ഉണ്ടാകില്ലെന്ന MV ഗോവിന്ദന്റെ പ്രതികരണം വന്നത്. ഇതോടെ പാർട്ടിയിൽ നിന്ന് ജി സുധാകരൻ പുറത്തേക്ക്. UDFന്റെ പിന്തുണയും വ്യക്തിപരമായ വോട്ടുകളും ലഭിച്ചാൽ അമ്പലപ്പുഴയിൽ ജയിച്ചു കയറാമെന്നാണ് ജി സുധാകരന്റെ കണക്കുകൂട്ടൽ. മനീഷ് മഹിവാൽ, റിപ്പോർട്ടർ, ആലപ്പുഴ.